ഞാൻ കേൾക്കാത്തൊരു നേരം നിൻ ഹൃദയം ഏറെ. അമ്മച്ചിയെ ഇപ്രാവശ്യം യാത്രയൊക്കെ ഉണ്ടായിരുന്നു. എടാ മാത്തുക്കുട്ടി, അതിന്റെ ഒച്ചയൊന്ന് കുറച്ചേടാ. ഓ മടുത്തു പോയടാ. 10-12 മണിക്കൂറായില്ലയോടാ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. കാലെല്ലാം നീരി വെച്ചിരിക്കുന്നത് കണ്ടില്ലയോ? എടാ മോനെ, ഇനി അമ്മച്ചിയെ കാണണമെന്ന് തോന്നുമ്പോ എല്ലാരും കൂടെ അങ്ങ് നാട്ടിലേക്ക് വന്നാ മതി. അല്ലേലും ഞങ്ങൾ നാട്ടിലേക്ക് വരാനിരിക്കും അമ്മച്ചി. മോളുടെ പഠിത്തം ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയാ. പറഞ്ഞ പോലെ എലിവിന് എന്തിയേടി, സാധാരണ എന്നെ കൂട്ടാൻ വരുന്നതാന്നല്ലോ. എക്സാം ഒക്കെ അല്ലേ, ഒത്തിരി പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുക അമ്മച്ചി. എടാ മാത്തുക്കുട്ടിയെ, ഒരു ചായ കുടിച്ചാ കൊള്ളായിരുന്നു. അടുത്ത കോഫി ഷോപ്പ് കാണുമ്പോൾ നിർത്താം അമ്മച്ചി. എവ്ലിൻ, ഇതെന്താ ജോൺ? തുറന്നു നോക്കടാ. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കുക്കീസ്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? തനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഓസം. എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. അതിനിപ്പോ എന്താടാ, നാളെ മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ താമസം. ഇടയ്ക്കൊക്കെ ഞാൻ ട്രൈ ചെയ്യാവുന്നേ. ജോൺ, ആർ യു സീരിയസ് അബൌട്ട് ദിസ്? നീ എന്തേ പറഞ്ഞു വരുന്നേ? അല്ല, ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എവ്ലിൻ, നീ എന്താ ഇപ്പൊ ഇങ്ങനെ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ, എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ? എന്തോ ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ ഇതൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ പേരൻസിനെ ഇതെങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനെന്താ, നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നല്ലൊരു ജോബുണ്ട്, താമസിക്കാൻ നല്ലൊരു വീടുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് അവർക്കെന്താണ് ഒരു പ്രോബ്ലം? ജോൺ, ചൂടാകാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ സംസാരിക്കാം. എന്നാടി, എലവൻ കൊച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല അമ്മച്ചി. അവൾ ഫോണ് കട്ടാക്കി, എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്നാ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്. അവൾ പഠിക്കുമായിരിക്കുന്നേ, ഡിസ്റ്റർബ് ചെയ്യണ്ട. നമ്മളിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നത്. ആ, എന്നാ അമ്മച്ചി കേറിക്കും, നമുക്ക് പോകാം. വസ്ത്രം കൊണ്ടെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചു നിർത്തി അങ്ങയുടെയും ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അലനേ, ഗെയിം നിർത്തി വെച്ചിട്ട് വല്ലതും പഠിക്കാൻ നോക്കുമോനെ. അവിടുന്ന് ഭൂമിയെ പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുവേ. ഹലോ, ആ പറ ചേച്ചി. യഹോവയുടെ നാമത്തിൽ സ്തുതികൾ ആലപിക്കുന്നു. മോളെ, അമ്മച്ചിക്ക് ഇച്ചിരി വെള്ളം തന്നേ. എന്താ അമ്മച്ചി? ഇച്ചിരി വെള്ളം എടുക്കാൻ. ആ, ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ ചേച്ചി കാര്യം? അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിതം തുടങ്ങിയില്ലേ? നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? ബാക്കിയൊക്കെ അവരുടെ വിധി പോലെ വരട്ടെ. സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖമിനുക്കാൻ. അമ്മച്ചി ദാ വെള്ളം. എന്നാ പിന്നെ വിളിക്കാൻ ചേച്ചി. ഇവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആരാണടി ഫോണില്? നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അതാ മേരി ചേച്ചിയായിരുന്നു അമ്മച്ചി, തോമസ് ചേട്ടന്റെ ഭാര്യ. അവരാകെ വിഷമത്തിലിരിക്കുവാന്നേ. അവക്ക് എന്നാ പറ്റിയടി? ഒന്നും പറയണ്ട എന്റെ അമ്മച്ചി. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ചെറുക്കനാ. കുറച്ചു നാളായിട്ട് അവൻ ഒരു പെണ്ണിന്റെ കൂടെ പോയി താമസം തുടങ്ങിയിരിക്കുക. അത് ശരി. അപ്പൊ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലേ? എന്ത് കല്യാണം അമ്മച്ചി? ഇവിടെ ചിലർക്ക് ഇങ്ങനെയാ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരുമിച്ച് പൊറുതി അങ്ങ് തുടങ്ങും. കുറച്ചുനാൾ കഴിയുമ്പോൾ അതേ പലതും രണ്ടു വഴിക്കാവും.
അനുഭവിക്കേണ്ടത് മുഴുവൻ കാരണവന്മാരല്ലേ? അമ്മച്ചി, അപ്പൊ അവർ ഒന്നിച്ച് താമസിക്കുന്നത് നല്ലല്ലേ? നീ എന്താ കൊച്ചെ ഇങ്ങനെ ചോദിക്കുന്നത്? സൂസമ്മോ, നീ ഈ പിള്ളേരെ കൂതാശകളും സഭയുടെ വിശ്വാസങ്ങളും ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? അമ്മച്ചി, ഇത് പറ, അവരങ്ങനെ ഒരുമിച്ച് താമസിച്ചാ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എടാ അലങ്കൊച്ചനെ, നിന്റെ പപ്പ നിന്റെ മമ്മീനെ കെട്ടിയത് പാലാപ്പള്ളി വെച്ചാ. സ്വർഗം ഇറങ്ങി വന്നാ കല്യാണം നടത്തിയത്. കെട്ട് കഴിഞ്ഞപ്പോ ഈശോ അവർക്കൊരു സമ്മാനവും കൊടുത്തു. എന്ത് സമ്മാനം? ആ സമ്മാനമാണ് പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരു കുടുംബം മുന്നോട്ട് പോകാനുള്ള കൃപ. അതെ അമ്മച്ചി, എനിക്കും കിട്ടും ആ സമ്മാനം. പിന്നെ തരില്ലേ? ഈ ലോകത്ത് ഈശോ നിനക്ക് വേണ്ടി ഒരു മാലാഹക്കുട്ടിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ തോമസ് ഊട്ടിച്ചേട്ടന്റെ മോൻ ചെയ്തതുപോലെ എല്ലാം മാലാഖയാന്നും പറഞ്ഞു കയറി പൊറുതു തുടങ്ങിയ ഈശോ ആ സമ്മാനം തരത്തില്ല. കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറുക്കനും പെണ്ണും സ്വന്തം ഇഷ്ടത്തിന് സ്വയം യോജിക്കുന്നതല്ല, മറിച്ച് ദൈവം ദൈവത്തിന്റെ ഇഷ്ടത്തിന് യോജിപ്പിക്കുന്നതാണ്. മനസ്സിലായോ നിനക്ക്? ഹലോ, ഹലോ, എന്തായി? ഇത് ശരിയാവില്ല ജോൺ. അതെന്താ? നീ വീട്ടിൽ സംസാരിച്ചില്ലേ? എനിക്കിത് പറ്റില്ല. ഇങ്ങനെയല്ല നമ്മളൊരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ വേണമെന്നാ നീ പറയുന്നേ? അത് എൻ്റെ പപ്പയോടും മമ്മിയോടും ജോണിൻ്റെ പേരൻസ് ഒന്ന് സംസാരിച്ചിട്ട് അവരുടെ എല്ലാം സമ്മതത്തോടു കൂടെ ഈശോയുടെ അനുഗ്രഹത്തിൽ ഒരു വിവാഹശേഷം മാത്രം മതി. ഇന്ന് രാവിലെ കൂടി നമ്മളെല്ലാം തീരുമാനിച്ചല്ലേ? ആ ജോൺ, ഇതെന്റെ ഫൈനൽ തീരുമാനമാണ്. ഇതിൽ മാറ്റമില്ല. നീ ഒന്ന് ആലോചിച്ചിട്ട് പറ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നീസിമ്യ പ്രതാപവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നുവെങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ഈ ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ആയിരിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.